ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇത്തവണത്തെ ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കുമോ എന്ന കാര്യം ഇപ്പോൾ വലിയ സംശയത്തിലാണ്. വരുന്ന ജൂലൈ 20-ാം തീയതിക്ക് മുന്നേ ISLൽ പങ്കെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തത നൽകണം, കൺഫർമേഷൻ നൽകണമെന്ന് എല്ലാ ക്ലബ്ബുകളെയും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചിട്ടുണ്ട്. ആ തീയതി ഇങ്ങ് അടുത്തെത്തിക്കഴിഞ്ഞു. പക്ഷേ മാഗ്നം സ്പോർട്സ് ഇപ്പോൾ ആലോചിക്കുന്നത് പുതിയ ഉടമസ്ഥരെ അഥവാ പുതിയ ഇൻവെസ്റ്റേഴ്സിനെ ലഭിച്ചിട്ടില്ലെങ്കിൽ ഇത്തവണത്തെ ISLൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. അത്രയേറെ ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ അലട്ടുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഇവിടെ പരിശോധിക്കേണ്ടതുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണത്തെ ISLൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ നഷ്ടം ISLന് തന്നെയാണ് സംഭവിക്കുക. പ്രത്യേകിച്ച് ബ്രോഡ്കാസ്റ്റേഴ്സിന് വലിയ നഷ്ടം സംഭവിക്കും. അതിൻ്റെ ഉദാഹരണമായിക്കൊണ്ട് ഇന്നലെ ഒരു കണക്ക് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഉള്ളത് ഇപ്പോൾ കേരളത്തിൽ നിന്നാണ്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരാണ്. അതിൻ്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വീക്ഷിച്ച 5 മത്സരങ്ങളുടെ ലിസ്റ്റ് ഇപ്പോൾ ഫാൻ കോഡ് പുറത്തു വിട്ടിട്ടുണ്ട്. 1-ാം സ്ഥാനത്ത് മോഹൻ ബഗാനും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ നടന്ന മത്സരമാണ്. ഉദ്ഘാടന മത്സരമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വീക്ഷിച്ചിട്ടുള്ളത്. 2-ാം സ്ഥാനത്ത് മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള മത്സരം. 3-ാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈയും തമ്മിലുള്ള മത്സരം. 4-ാം സ്ഥാനത്ത് മോഹൻ ബഗാനും ചെന്നൈയിൻ FCയും തമ്മിലുള്ള മത്സരം. 5-ാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും മോഹൻ ബഗാനും തമ്മിലുള്ള മത്സരം. ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത്. അതായത് മോഹൻ ബഗാന്റെയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ആളുകളാണ്, ആരാധകരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിക്കൊണ്ട് ISL മത്സരങ്ങൾ വീക്ഷിക്കുന്നത്. അതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പിൻവാങ്ങിക്കഴിഞ്ഞാൽ അത് ISLന് ക്ഷീണം ചെയ്യും. വ്യൂവർഷിപ്പിൻ്റെ കാര്യത്തിൽ വലിയ ഒരു ഇടിവ് സംഭവിക്കും എന്നുള്ളതാണ്. അത് ബ്രോഡ്കാസ്റ്റേഴ്സിന് നഷ്ടം വരുത്തി വെക്കുന്ന ഒരു കാര്യമായിരിക്കും. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ ഉണ്ടാകും എന്ന് തന്നെയാണ് ആരാധകരും മറ്റുള്ള എല്ലാവരും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.